ഞങ്ങൾ എന്തോ വെറൈറ്റിക്ക് കള്ള് എല്ലാരും കൂടി കള്ള് മേടിച്ചിട്ട് ഞങ്ങൾ കഴിച്ചു. കള്ള് നല്ല ടേസ്റ്റ് ഇല്ല. ആ സമയത്ത് ഞങ്ങളൊന്ന് കള്ള് കുടിച്ചായിരുന്നു. സുധിയുടെ ഭാര്യ രേണു സുധി കള്ളുകൂടി തുടങ്ങി എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. കാശും പ്രശസ്തിയുമായില്ലേ, ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ, തോന്നിയതുപോലെ നടക്കാമെന്നായി എന്നൊക്കെയായിരുന്നു ഗോസിപ്പുകൾ. ഇന്നിപ്പോൾ ഈ വീഡിയോയിലും രേണു സുധി ഒരു കള്ളി ഷാപ്പിലാണ് ഉള്ളത്. സത്യത്തിൽ ആ ഗോസിപ്പുകളുടെ പിന്നിൽ എന്തായിരിക്കുമെന്ന് രേണു സുധി തന്നെ പറയും. കള്ള് ഷാപ്പ്, നല്ല കള്ള്, സുധിച്ചേട്ടന്റെ ഓർമ്മ വരുന്നത്. സത്യം ഞങ്ങളുടെ സുധിച്ചേട്ടന്റെ ഓർമ്മ വരുന്നത് ഞങ്ങളെന്ന് സുധിച്ചേട്ടൻ മരിക്കുന്നതിന് ഒരു 2-3-4 ദിവസം മുന്നേ എന്റെ അനിയത്തി കസിൻ ആര്യയും അവിടെ ഞങ്ങളുടെ ഫ്രണ്ട് വിഷ്ണുവും സുധിച്ചേട്ടനും ഞാനും കൂടെ ഞങ്ങൾ എന്തോ വെറൈറ്റിക്ക് കള്ള് എല്ലാരും കൂടി കള്ള് മേടിച്ചിട്ട് ഞങ്ങൾ കഴിച്ചു. കള്ള് നല്ല ടേസ്റ്റ് ഇല്ല. ആ സമയത്ത് ഞങ്ങളൊന്ന് കള്ള് കുടിച്ചായിരുന്നു. സുധിച്ചേട്ടനും ഞാൻ, അനിയത്തി കസിൻ. അപ്പം അത് ഒരു ഓർമ്മയാണ് ലാസ്റ്റ് ചേട്ടനുമായിട്ട്. അത് മറ്റേ സാധനം കിട്ടാത്തോണ്ട് എന്തോ സുധിച്ചേട്ടൻ അതിന്റെ പേര് ഞാൻ കുടിക്കാനല്ലായിരുന്നു. അപ്പൊ അത് സുധിച്ചേട്ടന് ഷൂട്ടില്ലാത്തപ്പോ കഴിക്കുമല്ലോ, അപ്പം അത് കഴിക്കാൻ അത് കിട്ടിയില്ലാത്തപ്പം ഇത് കള്ള് മേടിച്ചപ്പോ എനിക്ക് കള്ള് ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ്. ഇതാണ് പറയുന്നത്, സത്യം ചുറ്റി വരുമ്പോഴേക്കും അസത്യം നാട്ടിൽ പരന്നിരിക്കുമെന്ന്. സത്യത്തിൽ ഇത്തരം വാർത്തകൾ തന്നെയാണ് രേണുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ രേണു സുധി ഇപ്പോൾ അടക്കവും ഒതുക്കവും കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്ന ഒരു പെണ്ണ് എന്ന ലേബലായിരുന്നു രേണുവിന് ഉണ്ടായിരുന്നത്. അനുഭവങ്ങൾ തന്നെയാണല്ലോ മനുഷ്യനെ മനുഷ്യനാക്കുക. നമ്മൾ ഷാഹിദ് പറഞ്ഞത് പ്രാങ്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കിട്ടിയ ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനകത്ത് പെരേരയായിട്ട് ഞാൻ ഒരുമിച്ച് നേരെ അഭിനയിക്കുന്ന പോലെ ഇവനുമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. സീൻ കൂടുതൽ മൊത്തം ഈ കമന്റിലൊക്കെ പെരേരയായിട്ട് ലിപ് ലോക്ക് ചെയ്യാൻ രേണു സുധിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പെരേരയായിട്ടില്ല, വേറെ ആരുമായിട്ട് ഞാൻ ലിപ് ലോക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ലെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. പെരേരയായിട്ട് മാത്രം. അവനൊരു ആർട്ടിസ്റ്റാണ് പെരേര. അലൻ എന്റെ ഇളയതായോണ്ടാണ് അവനെന്ന് വിളിക്കുന്നത്. ഇനി അവനെ ബഹുമാനിക്കാത്തൊന്നുമല്ല, എന്റെ ഒരുപാട് വയസ്സിന് ഇളയതാണ് അലൻ. അപ്പം എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അലൻ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ലിപ് ലോക്ക് സീൻ ഞാൻ ചെയ്യില്ല. മറ്റേ കമന്റ് പറയുന്നല്ലേ ഞാൻ ചെയ്തിട്ട് അവരുടെ ചുണ്ട് മുറിഞ്ഞ് സെപ്റ്റിക് ആകണ്ടല്ലോ എന്റെ പല്ലുകൊണ്ട്. സമ്മതമായിരുന്നു കേട്ടോ. എനിക്കത് ലാസ്റ്റ് മനസ്സിലായത്. അല്ല, ഞാൻ പ്രാങ്ക് ചെയ്ത് ലാസ്റ്റ് അലനത്ത് ചോദിച്ചായിരുന്നേ, നീ ചെയ്യുക വെച്ചപ്പോ അല്ല കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം. സംഭവം എന്നാന്നറിയോ, ഇത് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത സംഭവമാണ്. ഞാനാണ് ബഹളം വെച്ച് തുടങ്ങി അല്ലേടാ. പിന്നെ ഇവനും ഞാൻ ബഹളം വെച്ച് തുടങ്ങി. പാവം അലൻ പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കും. ഇതെന്നെ സംഭവം. അവനെ പ്രാങ്ക് ചെയ്ത കേട്ടോ. അലനെ ഒരു പ്രാങ്ക് ചെയ്ത, അല്ല വേറെ ആരെ ഒന്നും. പെരേരയുമായുള്ള ആ പ്രശ്നം ചിലർ കാര്യമായി തന്നെ എടുത്തിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ തന്നെ അതൊരു പ്രാങ്കാണെന്ന് പറയുന്നുണ്ട്. അതൊന്നും കാണാനോ വിവരിക്കാനോ നേരം വേണ്ടേ ചിലർക്ക്. രേണുവിൻ്റെ കൂടെ അഭിനയിച്ച പ്രതീഷ് എന്ന ആർട്ടിസ്റ്റിനെ കൂട്ടി രേണുവിൻ്റെ പേര് വലിച്ചിഴക്കുകയുണ്ടായി. അവൻ്റെ കുടുംബം കലക്കാനാണ് രേണു ശ്രമിക്കുന്നത്. ആ പയ്യനുമായി രേണുവിന് പ്രണയമാണ് തുടങ്ങിയ നെഗറ്റീവ് കമൻറ്റുകളെല്ലാം വന്നിരുന്നു. ചിലരൊക്കെ അത് അങ്ങനെ അങ്ങ് വിഴുങ്ങും. സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ വായിൽ വന്നതെല്ലാം പറയും. അവസാനം ഇവരുടെ സംസാരം കൊണ്ടാവാം ചില ബന്ധങ്ങൾ ഉലയുന്നത് എന്നാണ് എനിക്ക് സംശയം തോന്നുന്നത്. ആ പ്രണയത്തെക്കുറിച്ച് രേണു പറയുന്നത് കേൾക്കാം. അങ്ങനെ വന്ന സമയത്ത് അത് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം പ്രതീഷിന്റെ വൈഫിന് ഭയങ്കര എന്താ പറയാ, ഞാനുമായിട്ട് നല്ല കൂട്ടാണ് ആ കുട്ടി. അതുപോലെ പ്രതീഷിന്റെ വൈഫ് എന്റെ അടുത്ത് പറയുന്നത്, ചേച്ചി നിങ്ങളുടെ ആൽബം ഇഷ്ടമാണ്, ആൽബത്തിനെക്കാളും ഇഷ്ടം നിങ്ങളുടെ റീൽസ്, മില്യൺ അടിക്കുന്ന റീൽസ് ഇല്ലേ, ഇന്നലെ ഒരെണ്ണം ചെയ്തു. അതുപോലെ അതാണ് ഞാൻ ഒരുപാട് നേരം ഇരുന്ന് കാണും ചേച്ചിയുടെ എന്റെ ഏട്ടന്റെയും ആൽബം റീൽസ്. അതുപോലെ പിന്നെ ഇപ്പൊ പ്രതീഷ് ഒരു ആർട്ടിസ്റ്റ് ആണ്. ഞാനും പ്രതീഷും ആൽബത്തിൽ ചെയ്യുന്ന ഒരു കരിമിഴി കണ്ണാലെ ഇറങ്ങിയപ്പോ തന്നെ നല്ലൊരു കോംബോ ആയിട്ട് തന്നെ പ്രേക്ഷകർ തന്നെ തിരഞ്ഞെടുത്താണ്. എനിക്ക് നെഗറ്റീവ് പറഞ്ഞാലും ഇപ്പം കുറെ പോസിറ്റീവ് ഒക്കെ ആയിട്ടുണ്ട്. എന്തായാലും പ്രേക്ഷകർ തിരഞ്ഞെടുത്ത കോംബോ ആണ്. അതുപോലെ ഇപ്പം അതിനകത്ത് ഇപ്പൊ കുടുംബം കലക്കേണ്ട കാര്യമായിട്ട് എനിക്കൊന്നും തോന്നില്ല. അവനത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പറയുന്ന ആൾക്കാർ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, അവരുടെ വായമൂടെ കിടത്ത് നമുക്ക് ഒരിക്കലും പറ്റില്ല. ജസ്റ്റ് ഞാൻ റിയാക്ഷൻ വീഡിയോ എടുത്തായിരുന്നു, അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി എടുത്തായിരുന്നു. എന്റെ ഫാമിലി ലൈഫിൽ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോകും. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് പോകും. ഞാൻ ചേച്ചിയാലും ശരി, ചേച്ചിക്ക് ഈ പ്രതീക്ഷയിലാണല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, ഇവന്റെ എന്താ ഭയങ്കര നിഷ്കളങ്കമാണ് ആള്. പാവം. ഞാനൊന്ന് എന്താ പറയാ, എന്റെ മുഖം ഒന്ന് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ അടിച്ച് മാറി അന്നേരം അവൻ അറിയാൻ പറ്റും.
ചേച്ചിക്ക് എന്നെ പറ്റി എന്താ പ്രശ്നം, മാറ്റി നിർത്തില്ല, ചേച്ചിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ പറയൂ ചേച്ചി എന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായി ഞങ്ങൾ. അതുപോലത്തെ നല്ല ബോണ്ടായി. എൻ്റെ സ്വന്തം അനിയൻ, എനിക്ക് സഹോദരങ്ങളൊന്നുമില്ല. ഞാൻ അന്ന് പറഞ്ഞ പോലെ ദാസേട്ടന് ചേട്ടൻ എന്ന് പറഞ്ഞ പോലെ ഇവൻ എൻ്റെ സ്വന്തം അനിയൻ. സ്വന്തം കാര്യങ്ങൾ രേണുസുതി പറയാൻ പഠിച്ചു എന്നാണ് തോന്നുന്നത്. മുമ്പ് അത് പറയാത്തത് കൊണ്ട് തന്നെയാണ് പല പ്രശ്നങ്ങളിലേക്കും രേണുസുതി എത്തപ്പെട്ടത്. അന്നൊക്കെ എല്ലാവരും രേണുവിനെ ഓർമ്മിപ്പിച്ചിരുന്നു. പക്ഷേ രേണു മെയിൻറ്റെയിൻ ചെയ്തില്ല. ഇപ്പോൾ നോ എന്ന് പറയുന്നിടത്ത് അത് പറയാനുള്ള ആർജവും കാണുന്നുണ്ട്. ആർട്ടിസ്റ്റ് നല്ലൊരു എന്താ പറയാ, നമ്മള് ബോൾഡായി, നമുക്കൊരു സീൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് പറയാറായി. കംഫർട്ടബിൾ നമ്മൾ പറയും, പറയട്ടെ അത് പറ്റത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ വേറെ അങ്ങനെയൊക്കെ നമുക്ക് ലെസ്ബിയന്റെ സീൻ ചെയ്തപ്പോൾ ലെസ്ബിയന്റെ സീൻ നല്ല ഒരു ഇന്റിമേറ്റ് സീൻ പോലെ ആയിരുന്നു അത്. പക്ഷെ നമ്മളത് പറഞ്ഞു വേണ്ട, ആ സീൻ അത് ചെയ്ത് ഞങ്ങള് വിഷ്വൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണിച്ചു, സ്ക്രീൻ കാണിച്ചപ്പോഴത്തേന് ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് വേറെ രീതിയിലാവും, വേണ്ട നമുക്ക് അല്ലാത്ത രീതി മാറ്റി. ഭയങ്കര ബോറായിരിക്കും കൂടെ. അത് നമ്മളെന്തിനാണ്, അത് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞ അത് വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ല, അത് കുറച്ച് ചെയ്ത കുട്ടിയല്ലേ. എന്നെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ അതിന് ഇതാകണ്ടെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു ഡയറക്ടറോട് പറഞ്ഞു, രേണു നിങ്ങൾ നല്ലൊരു അഭിനേതാവായി പോവുക, മറ്റൊന്നും നോക്കണ്ട, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെയും അല്ലാത്തവരെയും കൂടെ കൂട്ടുക. കൂടെയുള്ളവർ പല വിധത്തിലും ഉപയോഗിക്കും. കാരണം രേണുസുതി നാളെ ഇല്ലെങ്കിൽ അവർക്ക് വേറെ നായിക വരും. നിങ്ങളെ വിടക്കാക്കി തനിക്കാക്കുകയാണ് അവരെല്ലാം. അതിനൊന്നും നിന്നു കൊടുക്കരുത്. പ്രേക്ഷകരുണ്ടെങ്കിലേ മമ്മൂട്ടിയും മോഹൻലാലും പോലും ഉള്ളൂ. അപ്പോൾ പിന്നെ രേണുവിൻ്റെ കാര്യം പറയണോ? പുതിയ ആൽബങ്ങൾക്ക് ആശംസകൾ നേരുന്നു.